നമസ്കാരം. സമൂഹമാധ്യമങ്ങളിലൂടെ ചീത്ത വിളിക്കുന്നതും അധിക്ഷേപിക്കുന്നതും ആക്ഷേപിക്കുന്നതും ഒക്കെ തന്നെ ഇന്നൊരു പതിവ് കാഴ്ചയാണ്. നമുക്ക് ആരുടെങ്കിലും വ്യക്തിവിരോധമോ അല്ലെങ്കിൽ ആശയപരമായ ഭിന്നതയോ രാഷ്ട്രീയ വിശ്വാസ ഭിന്നതയോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ അപകീർത്തിപ്പെടുത്തുന്നതിനായി സമൂഹമാധ്യമങ്ങളിലൂടെ അവരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു പ്രവണത കൂടിക്കൂടി വരുന്നു. ഈ അടുത്ത ദിവസങ്ങളിൽ ചർച്ചയായ ഒരു വ്യക്തിയാണ് ശശികല ടീച്ചർ. നന്ദഗോവിന്ദം ഭജൻസുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഒക്കെ തന്നെ അവർ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർക്കെതിരെ പലരും തിരിഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരെ വിഷകലയെന്നും പാമ്പെന്നും ഒക്കെ പരിഹസിച്ചുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടുമൊക്കെയുള്ള പോസ്റ്റുകളും ധാരാളമായി CPM ഹാൻഡിലുകളും ജിഹാദി ഹാൻഡിലുകളും വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. അവർ ഒരു പോസ്റ്റ് എഴുതിയിരിക്കുന്നു. ഒരുപാട് സന്തോഷം തോന്നുന്നു, ശശികല ടീച്ചറെ ഇഷ്ടമുണ്ടോ, ശശികല ടീച്ചറോടൊപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചും ട്രോളിയും വിശദീകരിച്ചും തെറിവിളിച്ചും മര്യാദ പഠിപ്പിച്ചും മതേതര കഥകൾ രചിച്ചും പ്രാഗിയും വിരട്ടിയും വധഭീഷണി മുഴക്കിയും AI ചിത്രങ്ങൾ സൃഷ്ടിച്ചും കള്ളവാർത്തകൾ പടച്ചും മാധ്യമങ്ങളും യൂട്യൂബേഴ്സും FB പേജുകാരുമൊക്കെ വ്യൂവർഷിപ്പും കാശുമുണ്ടാക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു എന്നാണ് ശശികല ടീച്ചർ പറയുന്നത്. അത് അവരുടെ ഒരു വിശദീകരണമാണ്, അവരുടെ ഒരു പ്രതികരണമാണ് ഈ വിഷയങ്ങളിലൊക്കെ തന്നെ. നിങ്ങളുടെ ഇളകിയാട്ടം കണ്ട് എനിക്ക് ഒരു കുറ്റബോധവും തോന്നുന്നില്ല എന്നും ടീച്ചർ പറയുന്നു. എന്തൊക്കെ ബഹളങ്ങൾ കൂട്ടിയാലും ഞാൻ ശരിയുടെ പക്ഷത്ത് നിൽക്കും. നാളെ ആ ശരിയിലേക്ക് കൂടുതൽ ആളുകൾ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നും ടീച്ചർ പറയുന്നുണ്ട്. ഞാൻ പാമ്പാണെന്ന് പറയുന്നവരോട് അതേ കുടുംബം കാക്കുന്ന സന്തതികളെ കാക്കുന്ന നാഗദൈവത്തിന് വിളക്ക് വെച്ച് നൂറും പാലും കൊടുത്തും തുള്ളലും പുള്ളുവൻ പാട്ടും പാടിയും ഒക്കെ ആരാധിക്കുന്നത് കണ്ടു തന്നെയാണ് ഞാൻ വളർന്നത് എന്നും വിശദീകരിക്കുന്നു. ഞാൻ പാമ്പാണെന്ന് നിങ്ങൾ പറയുമ്പോൾ എനിക്കതിൽ വിഷമമെന്തിന്, അഭിമാനമേ ഉള്ളൂ, ആനന്ദമേ ഉള്ളൂ എന്ന് പറയുന്നു. നമുക്കൊരാളെ വിമർശിക്കാം, കുറ്റപ്പെടുത്താം, ഒക്കെ ചെയ്യാം. പക്ഷേ അതിനൊക്കെ സഭ്യമായ മാന്യമായ ഒരു രീതിയുണ്ട്. ആ രീതി വിട്ടുകൊണ്ടാണ് ഇവർക്ക് നേരെ, ശശികല ടീച്ചർക്ക് നേരെ സൈബർ ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളായി അഴിച്ചുവിടുന്നത്. അവരുടെ ഈ നന്ദഗോവിന്ദം ഭജൻസുമായി ബന്ധപ്പെട്ട അഭിപ്രായത്തോട് ഞങ്ങളും വിയോജിച്ചിരുന്നു. പക്ഷേ ആ വിയോജിപ്പ് കൃത്യമായി ഒരു ചർച്ചയിലൂടെ അത് രേഖപ്പെടുത്തുകയും ആ രീതിയിൽ ടീച്ചർ ചിന്തിക്കരുത് എന്ന് പറയുകയും ചെയ്തു. ചിന്തിക്കാതിരിക്കുന്നതും മാറ്റിപ്പറയുന്നതും അല്ലെങ്കിൽ അത് ഉറച്ചു നിൽക്കുന്നതും ഒക്കെ അവരുടെ കാര്യം. അതിൽ നമ്മൾ കൈകടത്തുന്നില്ല, നമ്മൾ അഭിപ്രായം പറയുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ആരെയും അധിക്ഷേപിക്കുന്നത്, സമൂഹമാധ്യമങ്ങളിലൂടെ പൊതുമാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുന്നത്, ആക്ഷേപിക്കുന്നത് ശരിയായ ഒരു രീതിയായി ഒരിക്കലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒന്ന് ഭണമുയർത്തി ചീറ്റാനോ പറ്റുമെങ്കിൽ ഒരു കൊത്തു കൊടുക്കാനോ ഞാനിവിടെയൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ടീച്ചർ ഈ ഒരു പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ആദ്യം ഗൾഫിലെ പർദ്ദ ഇവിടെ വന്നു, ഹിന്ദു മിണ്ടിയില്ല. പിന്നെ ഷവർമയും അൽഫാമും വന്നു, ഹിന്ദു മിണ്ടിയില്ല. വീണ്ടും ഗൾഫ് വിഭവങ്ങൾ വന്നുകൊണ്ടിരുന്നു, ഹിന്ദു മിണ്ടിയില്ല. അവസാനം ഇതാ ഗൾഫിലെ ചൂടും ഇവിടെ വന്നിരിക്കുന്നു, ഇനിയും ഹിന്ദു മിണ്ടാതിരുന്നാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് അവർക്കെതിരെയുള്ള ഒരു പോസ്റ്റിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കൂടി കാണിച്ചുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് അവർ നൽകിയിരിക്കുന്നത്, ഈ ഒരു കുറിപ്പ് അവർ എഴുതിയിരിക്കുന്നത്. ആരെയും വിമർശിക്കാം, അതിനുള്ള അവകാശം ഭരണഘടന നൽകുന്നുണ്ട്. പക്ഷേ അധിക്ഷേപിക്കാനോ ആക്ഷേപിക്കാനോ ബോഡി ഷേമിംഗ് നടത്താനോ അല്ലെങ്കിൽ അവരെ വ്യക്തിപരമായി അവരെ മോശക്കാരാക്കാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ശരിയായ ഒരു രീതിയേ അല്ല.